പ്രശ്നത്തിലാ നീ ചാടിയത്? നിന്നോട് ഫോണിൽ സംസാരിച്ച് എന്റെ ശ്രദ്ധ തെറ്റിയ സമയത്ത് ബൈക്കിൽ പിറകേറുന്ന കസ്റ്റമർ റോഡിലൂടെ പോയി സ്ത്രീയുടെ മാല പൊട്ടിച്ച്. നീ എന്തിനാ ബൈക്ക് ഓടിച്ചു പോയത്? അവിടെ തന്നെ വണ്ടി നിർത്തി ആ കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച പോരായിരുന്നോ? ഞാനത് ശ്രമിച്ചില്ലെന്നാണോ നിന്റെ വിചാരം? അയാൾ എന്റെ പിറകിലൊരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനെങ്ങാനും ബൈക്ക് നിർത്തിയിരുന്നെങ്കിൽ അവരെന്നെ കുത്തി കൊന്നേനെ. നമ്മുടെ സമയം തീരെ ശരിയല്ല. അന്ന് സ്വർണവും പോയി, ഇപ്പതേ ഇങ്ങനൊരു പ്രശ്നത്തിലും ചെന്നുവിട്ട്. ഇനിയിപ്പം എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? എത്രയും പെട്ടെന്ന് പോലീസിനെ കണ്ട് നടന്നതെല്ലാം അവരോട് പറയണം. ഒന്ന് നിന്നെ. നീ പോലീസിന്റെ അടുത്ത് പോയാ എന്ത് സംഭവിക്കുന്ന നിന്റെ വിചാരം? കള്ളനെ കണ്ടുപിടിക്കാൻ പോലീസിനെ സഹായിക്കാമല്ലോ. ആ ചെയിൻ നഷ്ടപ്പെട്ട ചേച്ചി എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാവും. മാത്രമല്ല എന്റെ ഭാഗത്തൊരു തെറ്റുമില്ലാന്ന് എനിക്ക് തെളിയിക്കണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാ മതി. നീ എന്തായി പറയുന്നത്? ഇതൊരു ക്രിമിനൽ കേസാണ്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നീ സാക്ഷി പറയാൻ സ്റ്റേഷനിലേക്ക് പോയാ ശരിക്കുള്ള പ്രതികളെ കിട്ടുന്നവരെ നീയാണ് കുറ്റവാളിയെന്ന് പോലീസുകാർ വരുത്തി തീർക്കും. നിന്റെ ബൈക്കിന്റെ പുറകിലിരുന്നല്ലേ അയാൾ മാല പൊട്ടിച്ചത്. അതുകൊണ്ട് തെളിവുകളെല്ലാം നിനക്കെതിരെ തിരിക്കാൻ പോലീസുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ പോലീസുകാരല്ലേ, ശരിക്കുള്ള കുറ്റവാളികളെ ഒരിക്കലും കണ്ടുപിടിക്കാൻ ഒരു സാധ്യതയില്ല. അപ്പൊ നിനക്ക് സ്ഥിരമായി ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ വിധിയാ. സ്വന്തം ഭാര്യയ്ക്ക് അസുഖം വന്നിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ആളാ ഒരു പരിചയമില്ലാത്ത സ്ത്രീയുടെ മാല കണ്ടുപിടിച്ച് തിരിച്ചേൽപ്പിക്കാൻ പോകുന്നത്. നിന്നെ കൊണ്ട് പറ്റുന്ന പണിക്ക് പോയാ പോരെ? നീ അതിനെക്കുറിച്ചെല്ലാം മറന്നേക്ക്. എനിക്ക് തീരെ വയ്യ. എത്രയും പെട്ടെന്ന് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ. ജോലിക്കേറി ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്റെ ഒട്ടും കാശില്ല സ്വാതി. മതി, സാരമില്ല, നമുക്കൊരു സർക്കാർ ആശുപത്രിയിലേക്ക് പോവാം. സർക്കാർ ആശുപത്രി പോകാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ എങ്ങനെയും നാളെ രാവിലെ വരെ പിടിച്ചു നിന്നോളാം. നീ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടായാലും പ്രൈവറ്റ് ആശുപത്രി പോകാനുള്ള കാശുണ്ടാക്ക്. കടയിലേക്ക് പോവാൻ നേരത്ത് എത്ര തെരഞ്ഞാലും ഒരു സഞ്ചി പോലും കിട്ടില്ല. കഴിഞ്ഞ തവണ കടയിൽ പോയി തിരിച്ചു വന്നപ്പോ ഞാൻ സഞ്ചി ഇവിടെ എവിടെയോ ആണല്ലോ വെച്ചത്. എവിടെ പോയി? ചേട്ടാ, ഇതാണ് അമ്മയോട് സംസാരിക്കാൻ പറ്റിയ അവസരം. നിനക്ക് വല്ല വട്ടുണ്ടോ? അമ്മ നല്ല ദേഷ്യത്തില്. ഇപ്പൊ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുത്താലേ എന്റെ അവസാനമായിരിക്കും. ചുമ്മാ മുന്നിൽ ചെന്ന് ചാടിയാ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ചേട്ട പോകുന്നത് ഇതുമായിട്ടായിരിക്കും. ഇത് നിനക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്താ പോരെ? ഓഫ്, എടാ മണ്ട, ഇത് ഞാൻ തന്നെ എടുത്ത് മാറ്റി വെച്ചത്. എന്തിന്? നീ ഇത് അമ്മയ്ക്ക് കൊടുത്തോണ്ട് മാർക്കറ്റിലോട്ട് കൂടെ ചെല്ലാന്ന് പറഞ്ഞ അമ്മ സമ്മതിക്കും. പിന്നെ അങ്ങോട്ട് പോയി വരുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാലോ. ആ, അത് കലക്കി. നീ ആള് കൊള്ളാലോ. അത് കലക്കി. താങ്ക്സ്. ഞാനിവിടെ നിന്നാ നിന്നോട് പറയാനുള്ള എല്ലാം അമ്മ എന്നോട് പറയും. അതുകൊണ്ട് റൂമിൽ പോയി ഞാൻ വാതിലടച്ചിരിക്കാൻ പോവാ. ദർശനേ, പിടിച്ചോ. അമ്മ വരുന്നു. ഓൾ ദ ബെസ്റ്റ്. ബൈ. അമ്മേ, ദേ സഞ്ജി.
അമ്മ വെറുതെ മാർക്കറ്റിലേക്ക് നടന്നു പോണ്ട. ഞാൻ വേണമെങ്കിൽ ബൈക്ക് എടുക്കാം, നമുക്ക് ഒരുമിച്ച് പോവാം.